ആലപ്പുഴയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ചികിത്സാപ്പിഴവ് മൂലം നവജാത ശിശുവിന് അംഗവൈകല്യം സംഭവിച്ചതിൽ ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തി. DCCയുടെ നേതൃത്വത്തിലായിരുന്നു സത്യാഗ്രഹ സമരം. ജനറൽ ആശുപത്രി കവാടത്തിൽ നടത്തിയ സമരം DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആ റിപ്പോർട്ട് സമർപ്പിച്ച DMO ഈ കുറ്റകൃത്യം ചെയ്ത ഡോക്ടർമാരോട് മാത്രമേ മൊഴിയെടുത്തുള്ളൂ. അപ്പോൾ ഇത്രയും ഗുരുതരമായ ഒരു കുറ്റം ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ ഭാഗത്തു നിന്നും സ്കാനിങ് നടത്തിയ സ്കാനിങ് സെന്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ട് DMOയുടെ റിപ്പോർട്ടിൽ ആ കുറ്റകൃത്യത്തെക്കുറിച്ച് ഒരക്ഷരം പറയാതെ ഇവിടെ ചികിത്സിച്ച ഡോക്ടർമാരെ ന്യായീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ആദ്യം എഴുതി DHS കൊടുത്തിരിക്കുന്നത്, അല്ലെ മന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ പറയുന്ന പാവപ്പെട്ടവരായതുകൊണ്ട് അനീഷ് മുഹമ്മദും സുറുമിയും ഒരു പാവപ്പെട്ട ലജനത്ത് വാർഡിലെ പാവപ്പെട്ട കുടുംബത്തിൽ, അത് ഒരു ടാക്സി ഡ്രൈവറാണ്. ഞാൻ ആ വീട്ടിൽ പോയി അവരോട് സംസാരിച്ചു. കോപജനകമായ ഒരു കഥയാണ് ഈ പറഞ്ഞ ഈ ജനിതക വൈകല്യത്തോടെ ജനിച്ച ഈ കുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ PJ മാത്യു അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് D. സുഗതൻ, നെടുമുടി ഹരികുമാർ, T. സുബ്രഹ്മണ്യദാസ്, സജി ജോസഫ്, റീഗോ രാജു തുടങ്ങിയവർ സംസാരിച്ചു. തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യമാണ് കേരളത്തിൽ BJP നേരിടുന്ന പ്രധാന വെല്ലുവിളിയെന്ന് പാർട്ടി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ. ഇതിനെ മറികടക്കാൻ പാകത്തിൽ സംസ്ഥാനത്ത് BJP ശക്തിപ്പെട്ടു വരികയാണെന്നും ഗോപകുമാർ പറഞ്ഞു. KCV ന്യൂസിന്റെ വെട്ടിത്തുറന്നു എന്ന ചോദ്യോത്തര പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഗോപകുമാർ തന്റെ അഭിപ്രായം തുറന്നടിച്ചത്. കേരളത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രബലമായതുകൊണ്ടാണോ BJPക്ക് അധികാരത്തിലെത്താൻ കഴിയാത്തത് എന്ന KCV ന്യൂസ് പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു കേരളത്തിലെ തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് MV ഗോപകുമാർ പ്രതികരിച്ചത്. സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ വന്നിട്ടുണ്ട്, ഭരണത്തിലിരിക്കുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിൻ്റെ കാരണം ഇവിടുത്തെ ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ പ്രബലമായതുകൊണ്ടാണോ? അങ്ങനെ ഒരു വിലയിരുത്തൽ അങ്ങേക്കുണ്ടോ? എന്താണ് അഭിപ്രായം? ന്യൂനപക്ഷങ്ങൾ പ്രബലമായതുകൊണ്ടാണ് BJP കേരളത്തിൽ വളരാത്തതെന്നുള്ള ചിന്ത തന്നെ അടിസ്ഥാനരഹിതമാണ്. കാരണം ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള ഗോവയും ഇപ്പോൾ അതുപോലെ മിസോറാമും ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ മണിപ്പൂര് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, പിന്നെ വേണമെങ്കിൽ ഗുജറാത്ത് നല്ലപോലെ ന്യൂനപക്ഷ സമൂഹമുള്ള സംസ്ഥാനമാണ്. അങ്ങനെ ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുന്നവരാണ്. കാലങ്ങളായി BJP എതിരാളികളില്ലാതെ ഭരണം നടത്തുന്ന ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ അതല്ല യാഥാർത്ഥ്യം. കേരളത്തിൽ തീവ്രവാദ ശക്തികളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ്. അപ്പോൾ തീവ്രവാദ ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിലും ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലേക്ക് കടന്നു വന്നാൽ ഈ തീവ്രവാദ ശക്തികൾക്കുണ്ടാകുന്ന അപജയം അല്ലെങ്കിൽ അവരുടെ പരാജയത്തിനുള്ള കാരണമാകും എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്കെതിരായി ഇടത് വലത് മുന്നണികളെ ഒന്നിച്ചു ചേർത്ത് നിർത്തി അവരെ ഒന്നിച്ചണിനിരത്തി മുന്നോട്ട് പോകാൻ ഇവർ വിജയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇപ്പോൾ ന്യൂനപക്ഷ സമൂഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരുടെ ഈ കപടതയും കള്ളത്തരവും എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അതിൻ്റെ മാറ്റം കേരളത്തിൽ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ അടക്കമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിച്ചിട്ടുമുണ്ട്. വളരെ പെട്ടെന്ന് സമീപഭാവിയിൽ തന്നെ കേരളത്തിലെ ന്യൂനപക്ഷം ഈ യാഥാർത്ഥ്യം തിരിച്ചറിയും. ഈ CPMന്റെയും കോൺഗ്രസിന്റെയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന തീവ്രവാദ ശക്തികളുടെയും, അങ്ങനെ തന്നെ പറയണം, തീവ്രവാദ ശക്തികളുടെ ആണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കണ്ടല്ലോ പാലക്കാട്ടടക്കം. തീവ്രവാദ ശക്തികളാണ് യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത്. അത് ജനം തിരിച്ചറിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. വളരെ പെട്ടെന്ന് BJP മുന്നോട്ട് പോകും, യാതൊരു സംശയമില്ല. ന്യൂനപക്ഷ സമുദായങ്ങളുടെ കൂടി വോട്ട് നേടി BJP സംസ്ഥാനത്ത് താമസിയാതെ അധികാരത്തിലെത്തുമെന്ന് MV ഗോപകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതേസമയം ഇടതു വലതു മുന്നണികൾ തീവ്രവാദ ശക്തികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഗോപകുമാർ ആരോപിച്ചു. MV ഗോപകുമാറുമായി KCV ന്യൂസ് പ്രതിനിധി നടത്തിയ ചോദ്യോത്തര പരിപാടിയുടെ പൂർണ്ണരൂപം ഈ വാർത്താ ബുള്ളറ്റിന് ശേഷം സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ആലപ്പുഴ ജില്ലയിലെ ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്ക് സൗജന്യമായി യൂണിഫോം വിതരണം ചെയ്തു. PP ചിത്തരഞ്ജൻ MLA വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു നിലയിലുള്ള നിയമത്തിന് പരിരക്ഷമില്ലായിരുന്നവരാണ് ഈ നാട്ടിലെ ഈ ലോട്ടറി മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ. ഇന്ന് ക്ഷേമനിധിയായി
ക്ഷേമനിധിയോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഓണത്തിനൊരു ചെറിയ ബോണസ് എന്നുള്ളത് ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ വിവാഹ ധനസഹായം എന്ന് പറഞ്ഞാൽ 1 ഗ്രാമിൻ്റെ കാശ് പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇപ്പം എത്രയുണ്ട്? 25,000. അപ്പോൾ അരപ്പവനിൽ എത്തത്തില്ല. ഏതാ സ്വർണത്തിൻ്റെ വില കൂടുതലാണ്. പക്ഷേ ലോട്ടറി ക്ഷേമനിധിക്ക് കൊടുക്കുന്നതിന് പരിധിയുണ്ടല്ലോ. ആദ്യം വേണ്ട 5,000 ആയിരുന്നു തോന്നുന്നു. അത് വർദ്ധിച്ച് ഇപ്പോൾ 25,000 എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയർമാനൂടെ ഇല്ല എങ്കിലും ഒരു 50,000 രൂപയെങ്കിലും ആ വിവാഹ ധനസഹായം എന്നുള്ള നിലയിൽ വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതിന് വേണ്ടി ഒരു കൈയെങ്കിലും അടിക്കുക. കാരണം മറ്റേതൊരു കാര്യത്തെക്കാളും ഭയങ്കര സങ്കടകരമാണ് ഒരു കല്യാണം നടത്തി വിടുമ്പോൾ. ഞാനിതിപ്പോൾ ഒരു കല്യാണത്തിന് പോയിച്ചും വരികയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണമാണ്. ഏത് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ചികിത്സാ സഹായം, അതിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇതിനകം തന്നെ നമുക്ക് പെൻഷനുണ്ട്, യൂണിഫോമുണ്ട്, മരണാനന്തര ധനസഹായമുണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട്. പരിമിതമാണെങ്കിൽ പോലും ഇത്തരത്തിലേക്കുള്ള കുറേ അധികം സഹായങ്ങൾ, ആനുകൂല്യങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടാണ് ഈ ബോർഡിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തോണ്ടംകുളങ്ങര ഗൗരി റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ ഭാഗ്യക്കുറി ക്ഷേമനിധി ബോർഡ് അംഗം VB അശോകൻ അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ, ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ PB വിനോദ്, ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമ ഓഫീസർ ജോഷിമോൻ K അലക്സ്, ട്രേഡ് യൂണിയൻ ഭാരവാഹികളായ BS അഫ്സൽ, K ദേവദാസ്, അബ്ദുൽ കലാം PU, PR സജീവ്, ഷജീർ CB തുടങ്ങിയവർ പങ്കെടുത്തു. കൈനഗിരി കന്നിട്ടപ്പറമ്പ് പാലം അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്ന് ആവശ്യമുയരുന്നു. റോഡും പാലവും ഒക്കെ അപകടാവസ്ഥയിലായതുമൂലം ജനങ്ങൾ വലിയ ദുരിതമാണ് നേരിടുന്നതെന്ന് കോൺഗ്രസ് കൈനഗിരി മണ്ഡലം പ്രസിഡന്റ് D ജോസഫ് KCB ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. കൈനഗിരി കന്നിട്ടപ്പറമ്പ് പാലം തകർന്ന നിലയിലായിട്ട് 4 വർഷങ്ങൾ കഴിഞ്ഞെന്ന് പ്രദേശവാസികൾ പറയുന്നു. AC റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വലിയ വാഹനങ്ങൾ കൈനഗിരി റോഡിലൂടെ കടത്തിവിടുന്നതിന് സൊസൈറ്റി തോട് അടച്ച് മുട്ടിട്ടാണ് സൗകര്യം ഒരുക്കിയത്. 6 മാസത്തിനുള്ളിൽ പാലം പുനർനിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് തന്നതാണെന്നും എന്നാൽ ഇതുവരെ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്തത് ജനങ്ങളോടുള്ള വഞ്ചനയാണെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു. 9-ാം വാർഡിനെയും 11-ാം വാർഡിനെയും വേർതിരിക്കുന്ന പാലമാണ് ഈ കന്നിട്ടപ്പറമ്പ് പാലം എന്ന് പറയുന്നത്. ഇത് ഒടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് 4 വർഷം കഴിഞ്ഞു. AC റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഊരാളിക്കൽ കമ്പനി അവരുടെ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് താൽക്കാലിക സംവിധാനത്തിന് വേണ്ടിയാണ് ഉടനെ പാലം നിർമ്മിക്കും എന്നും പറഞ്ഞ് ഇവിടെ ഒരു മുട്ട് ഇട്ട്, ഒരു പൈപ്പ് വെച്ച് മുട്ടിട്ട് ഈ പാലം താൽക്കാലിക സംവിധാനം ഉണ്ടാക്കിയത്. നാളെ ഇതുവരെ ആയിട്ടും ഇതിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. സോയിൽ ടെസ്റ്റും അതുമൊക്കെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഈ ഇരുമ്പ് തൂണുകൾ ഇട്ടിരിക്കുന്നത് പാലം ഇപ്പം നിർമ്മിക്കുമെന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഈ പാലം ഊരാളിങ്ങ കമ്പനിയെ കൊണ്ട് നിർമ്മിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും കൂട്ടരും ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ 2-2.5 വർഷം പിന്നിട്ടു. ഇതിനുവേണ്ടി ഈ നിർമ്മിക്കുന്നതിന് വേണ്ടി യാതൊരു നടപടിയും ചെയ്തതായിട്ട് നമുക്കറിയില്ല. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരം ഇടതുപക്ഷം വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ലെന്നും D ജോസഫ് കുറ്റപ്പെടുത്തി. കൈനഗിരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൈനഗിരിയിലാകെയുള്ള റോഡ് ആദ്യം നിർമ്മിക്കപ്പെട്ട D സുഗതൻ്റെ കാലഘട്ടത്തിലാണ് ഈ റോഡ് പൂർത്തീകരിച്ച് ഇവിടെ വണ്ടിയോട്ടം തുടങ്ങിയത്. 30 വർഷത്തിന് ശേഷമാണ് ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം തുടങ്ങി 30 വർഷത്തിന് ശേഷമാണ് UDF ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പാലം D സുഗതൻ്റെ ഇടപെടലിലാണ് ഈ പാലം ഇവിടെ ഈ റോഡ് ഇവിടെ യാഥാർത്ഥ്യമായത്. വണ്ടി ഓടി ഈ അവസ്ഥയിലായിട്ട് തുടർഭരണം ഉണ്ടായിട്ടും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഒരു പഞ്ചായത്തും MLAയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ഉണ്ടായി ഒട്ടനവധി സൗഭാഗ്യങ്ങൾ വികസനം ചെയ്യുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ട് ഈ നാട്ടിലെ ജനത്തോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത തോടടച്ച് മുട്ടിട്ടിരിക്കുന്നതിനാൽ പോള തിങ്ങി തോട്ടിലെ വെള്ളം മലിനമായിരിക്കുന്നത് പകർച്ചവ്യാധികൾ പടരുന്നതിന് കാരണമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അധികാരികൾ തയ്യാറാകണം എന്ന ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ ധർണ നടത്തി. സംഘടനാ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S വേണുഗോപാൽ സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. കെട്ടിട വാടകയുടെ GST വ്യാപാരികൾക്ക് മേൽ ചുമത്തുന്നത് പിൻവലിക്കുക, GST കൗൺസിലിൽ വ്യാപാരി വ്യവസായി പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, ചെറുകിട വ്യാപാര വ്യവസായ മേഖലയെ സംരക്ഷിക്കുക, ഓൺലൈൻ വ്യാപാരത്തിന് കടിഞ്ഞാണിടുക, വ്യാപാര വ്യവസായ സംരംഭങ്ങൾക്ക് പലിശയിളവ് അനുവദിക്കുക, വ്യാപാരി വ്യവസായി ക്ഷേമനിധി കാലാനുസൃതമായി പരിഷ്കരിക്കുക, ESI പരിധിയിൽ ചെറുകിട വ്യാപാരി വ്യവസായ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുക, വ്യാപാരി വ്യവസായികൾക്ക് പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ചെറുകിട
ഇടത്തരം സൂക്ഷ്മ വ്യാപാര വ്യവസായ മേഖലയിൽ GST കൗൺസിൽ കൊണ്ടുവന്ന ഇടുത്തി പോലെയുള്ള ഒരു തീരുമാനം, അതായത് കച്ചവടം നടത്തുന്ന ഈ ചെറുകിട വ്യാപാരികൾ വാടകയ്ക്കിരിക്കുന്ന വാടക കെട്ടിടത്തിന്റെ വാടകയുടെ 18% GST ആയിട്ട് നൽകണമെന്നുള്ള ഒരു കിരാത നിയമത്തെ, ആ നിയമപ്രകാരം കേരളത്തിന്റെ ചെറുകിട ഇടത്തര വ്യാപാര മേഖല അപ്പാടെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നും ചെറുകിട വ്യാപാരികളുടെ കൂടെ നിൽക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഈ നിയമത്തിനെതിരെയുള്ള ധർണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് GST കൗൺസിലിന്റെ അപക്വമായ തീരുമാനമാണ്. ഈ തീരുമാനത്തിന് ഉത്തരവാദി കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ അല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ആഗ്രഹിക്കുന്നു. ഈ തീരുമാനത്തിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് GST കൗൺസിലാണ്. ഞാൻ അക്കാര്യത്തെ കുറിച്ച് പിന്നീട് വരാം. ധർണാ യോഗത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് സജീന്ദ്രൻ ഉണ്ണി അധ്യക്ഷനായിരുന്നു. NGO സംഘ സംസ്ഥാന വൈസ് പ്രസിഡന്റ് J മഹാദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി സഞ്ജിത് ശിവനന്ദൻ, ട്രഷറർ R അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് K ദിവ്യ തുടങ്ങിയവർ സംസാരിച്ചു. പുളുങ്ങുന്ന ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വാർഡുകളെയും ബന്ധിപ്പിക്കുന്ന സ്ട്രീറ്റ് മെയിൻ, തെരുവുവിളക്കുകൾ സ്ഥാപിക്കൽ എന്നീ പദ്ധതികൾക്ക് തുടക്കമായി. 13ാം വാർഡ് കേന്ദ്രീകരിച്ചായിരുന്നു ഉദ്ഘാടന പരിപാടികൾ. പദ്ധതികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നീനു ജോസഫ് നിർവഹിച്ചു. പദ്ധതിയാണ് സ്ട്രീറ്റ് ലൈൻ വലിച്ച് ഈ ലൈറ്റ് കത്തിക്കുക എന്നുള്ളത്, തെരുവിളക്കുകൾ കത്തിക്കുക എന്നുള്ളത്. ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇന്നിവിടെ ആയിരിക്കുക. സ്ട്രീറ്റ് മെയിൻ നമുക്ക് 25 ലക്ഷം രൂപയോളം പഞ്ചായത്ത് മാറ്റിവെച്ച് സ്ട്രീറ്റ് മെയിൻ എല്ലാ വാർഡുകളിലും വലിക്കുകയും അതോടൊപ്പം തന്നെ 10 ലക്ഷം രൂപ മാറ്റിവെച്ച് തെരുവിളക്കുകൾ സ്ഥാപിക്കാനുമാണ് നമ്മൾ പഞ്ചായത്ത് മാറ്റിവെച്ചത്. ഇന്ന് അത് 13ാം വാർഡിൽ ഉദ്ഘാടനം ചെയ്ത് തുടർന്ന് ബാക്കിയുള്ള എല്ലാ വാർഡുകളിലും തെരുവിളക്കുകൾ സ്ഥാപിച്ച് ഞങ്ങളുടെ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. ഉദ്ഘാടന യോഗത്തിൽ വാർഡ് മെമ്പറും പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ പത്മകുമാർ മനോജ് അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മജ അഭിലാഷ്, KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ രാഹുൽ, ADS ചെയർപേഴ്സൺ ശാന്തമ്മ സോമൻ, രാജപ്പൻ, ഓമനക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ട്രീറ്റ് മെയിനു വേണ്ടി 25 ലക്ഷം രൂപയും ഓട്ടോമാറ്റിക് ഓൺ ഓഫ് സംവിധാനത്തിലുള്ള തെരുവുവിളക്ക് സ്ഥാപിക്കുന്നതിന് 10 ലക്ഷം രൂപയുമാണ് പുളിങ്ങുന്ന് ഗ്രാമപഞ്ചായത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന് നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സ്ട്രീറ്റ് മെയിൻ കത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ അറുവഞ്ചിറയിൽ സ്ട്രീറ്റ് മെയിനാണ് കത്തിച്ചിരിക്കുന്നത്. ആ കറുത്ത കേബിളിലാണ് സാറാണ് ചെയ്തു തന്നെ. അല്ലെങ്കിൽ ഇതെല്ലാം ചെയ്തു തന്നതും സാറാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ ജില്ലാ കർഷക തൊഴിലാളി സംഘം BMSന്റെ നേതൃത്വത്തിൽ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർഷക തൊഴിലാളി ഫെഡറേഷൻ പ്രസിഡന്റ് B രാജശേഖരൻ ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളികളുടെ അതിവർഷ ആനുകൂല്യം കാലതാമസമില്ലാതെ വിതരണം ചെയ്യുക, കർഷക തൊഴിലാളി ക്ഷേമ ബോർഡിൽ BMS പ്രതിനിധിയെ ഉൾപ്പെടുത്തുക, മുഴുവൻ കർഷക തൊഴിലാളികളെയും ESI പരിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ധർണാ യോഗത്തിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു. യൂണിയൻ ജനറൽ സെക്രട്ടറി J മനോജ്, BMS കുട്ടനാട് മേഖലാ സെക്രട്ടറി ദിമോൻ, BMS നെടുമുടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി അജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ 13-ന്. ഒരുക്കങ്ങൾ വിലയിരുത്താൻ മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. അവലോകന യോഗത്തിൽ ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്രമസമാധാന പാലനത്തിനായി വനിതാ പോലീസ് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം പൊങ്കാല വീഥിയിൽ സജ്ജമാക്കുമെന്ന് നിയമപാലകർ അറിയിച്ചു. ആംബുലൻസ് സേവനം, കൊതുക് നശീകരണം, ക്ലോറിനേഷൻ, ക്ഷേത്രാങ്കണത്തിൽ താൽക്കാലിക ക്ലിനിക് എന്നിവ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ ഉറപ്പു നൽകി. എടത്തുവ തിരുവല്ല ഡിപ്പോയ്ക്ക് പുറമെ നീരേറ്റുപുറം പാലത്തിന് കിഴക്കേ കരയിലും തലവടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മൈതാനത്തും പൊങ്കാല തലേന്ന് മുതൽ താൽക്കാലിക ഡിപ്പോയുടെ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് KSRTC അധികൃതർ അറിയിച്ചു. പൊങ്കാല അടുപ്പുകൾ നിരക്കുന്ന റോഡുകൾ, ഗ്രാമീണ പാതകൾ എന്നിവിടങ്ങളിലെ പുല്ലുകളും കാടുകളും വെട്ടിമാറ്റി വൃത്തിയാക്കാനും ഡിസംബർ 12, 13 തീയതികളിൽ പൊങ്കാല വീഥികളിലെ മത്സ്യമാംസ മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനും വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അധികൃതർ അറിയിച്ചു. കുടിവെള്ളത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പൊങ്കാല വീഥികളിൽ
താൽക്കാലിക കിയോസ്കുകൾ സ്ഥാപിക്കുമെന്നും കൂടാതെ വാഹനങ്ങളിൽ ശുദ്ധജലം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും എടത്വ ജല അതോറിറ്റിയെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥ ഉറപ്പു നൽകി. പൊങ്കാല ദിനത്തിൽ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലെ മദ്യഷാപ്പുകളും ബിവറേജസ് ഔട്ട്ലെറ്റുകളും അടച്ചിടുന്നത് കൂടാതെ അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചു. അവലോകന യോഗം തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് മുഖ്യപ്രഭാഷണവും ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും നടത്തി. തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി ബി നായർ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, തലവടി വില്ലേജ് ഓഫീസർ റെജി പോൾ, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് ബി നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി, തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എം പി രാജു, സെക്രട്ടറി സ്വാമിനാഥൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. എടത്വ കോടമ്പനാടി ഭജനമഠം ഗുരുദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷികം നടത്തി. പ്രത്യേക പൂജകളും സമ്മേളനവും നടത്തിയായിരുന്നു ചടങ്ങുകൾ. ശനിയാഴ്ച രാവിലെ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ അഭിഷേകം, മലർ നിവേദ്യം, ഗുരുപൂജ, ഗുരുദേവ കൃതികളുടെ ആലാപനം, സമൂഹ പ്രാർത്ഥന എന്നിവ നടത്തി. അന്നദാനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് 2-ന് ചേർന്ന സമ്മേളനത്തിൽ ഭജനമഠം പ്രസിഡന്റ് പ്രമീള സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ശിവബോധാനന്ദ സ്വാമികൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗുരു വിഭാവനം ചെയ്തത് അത്രയേറെ ആദരാത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിവുള്ള വൈജ്ഞാനിക ഖനിയാണ് ശ്രീനാരായണ ദർശനം. ഈ ലോകത്തിന്റെ ആത്മവിഹായസിൽ ആനന്ദത്തിന്റെ ആത്മപ്രഭ ചൊരിഞ്ഞുകൊണ്ട് പ്രകാശിക്കുന്നത് ശ്രീനാരായണ സൂര്യനാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന ഒരു മാതൃകാ ലോകത്തെയാണ് ഗുരുദേവൻ സ്വപ്നം കണ്ടത്. അതുകൊണ്ടാണ് ഗുരു കൽപ്പിച്ചത്, മതമേതായാലും മനുഷ്യൻ നന്നായി മതി. മനുഷ്യന്റെ നന്മയാണ് ഒരു ആധ്യാത്മിക ആചാര്യന്റെ യഥാർത്ഥ ലക്ഷ്യം. ജാതിക്കും മതത്തിനും പങ്കിടാൻ കഴിയാത്ത സ്നേഹസ്വരൂപനായ മഹാഗുരു ലോകത്തിന് സമ്മാനിച്ചത് മതാതീതമായ ഒരു ആധ്യാത്മിക ദർശനമാണ്. നിങ്ങൾക്കത് സാധിക്കും. സുജിത് തന്ത്രികൾ, അജിശാന്തി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയ അരുൺ, വി പി സുജീന്ദ്രബാബു എന്നിവർ സംസാരിച്ചു. സുഷമ ഉത്തമൻ, സോമരാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പരുമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ പാതുകാവൽ തിരുനാളിന് കൊടികയറി. വികാരി ഫാദർ എം ഇ ബെന്നറ്റ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കൊടിയേറ്റിന് ശേഷം ഫാദർ രാജേഷ് മാർട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ഫാദർ അഗസ്റ്റിൻ സേവ്യർ തിരുനാൾ സന്ദേശം നൽകി. ഡിസംബർ 1 ഉച്ചയ്ക്ക് 12-ന് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുശേഷിപ്പ് നട തുറക്കുകയും തുടർന്ന് തിരുശേഷിപ്പ് പ്രദക്ഷിണം നടത്തുകയും ചെയ്യും. ഡിസംബർ 3-നാണ് കൊടിയിറക്ക തിരുനാൾ. ചൊവ്വാഴ്ച രാവിലെ 10:30-ന് തിരുനാൾ സമൂഹ ബലി ഉണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് സമാപന പ്രദക്ഷിണം ആരംഭിക്കും. പ്രദക്ഷിണം സമാപിക്കുമ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങും. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള കൊല്ലം രൂപതയിലെ ഏക ദേവാലയമാണ് പരുമല സെന്റ് ഫ്രാൻസിസ് സേവ്യർ റോമൻ കത്തോലിക്ക പള്ളി. ആലപ്പുഴ ബീച്ചിൽ കൂറ്റൻ തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. ആദ്യ സംഭവമെന്ന് നാട്ടുകാർ. ബീച്ചിൽ വിജയ് പാർക്കിന് വടക്കുഭാഗത്തായാണ് കൂറ്റൻ തിമിംഗലത്തിന്റെ ജഡം കണ്ടത്. ശനിയാഴ്ച രാവിലെ നടക്കാനിറങ്ങിയവരാണ് ജഡം ആദ്യം കണ്ടത്. പിന്നീട് പോലീസിനെയും വനംവകുപ്പിനെയും വിവരം അറിയിച്ചു. നഗരസഭാ അധികാരികളും സ്ഥലത്തെത്തിയിരുന്നു. നിരവധി പേരാണ് തിമിംഗലത്തെ കാണാനായി ബീച്ചിലെത്തിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം JCB ഉപയോഗിച്ച് വലിയ കുഴിയെടുത്ത് ജഡം മറവ് ചെയ്തു. ഇത്രയും വലിപ്പമുള്ള തിമിംഗലം ആലപ്പുഴയിൽ കരയ്ക്കടിയുന്നത് ആദ്യ സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7140 രൂപ, പവന് 57,120 രൂപ. വാർത്തകൾ കഴിഞ്ഞു.
നമസ്കാരം.